ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് PM ശ്രീ സ്കീം, MCLR, പാസിംഗ് ബിൽസ് ആസ് മണി ബിൽസ്, INS തുഷിൽ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ PM ശ്രീ സ്കീമിനെ കുറിച്ചാണ്. ഈ PM ശ്രീ സ്കീമിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഓപ്പോസിഷൻ പാർട്ടീസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഈ PM ശ്രീ സ്കീം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാരണത്താൽ ഓപ്പോസിഷൻ പാർട്ടീസ് ഭരിക്കുന്ന ഡൽഹി, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങൾക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ അനുസരിച്ച് കിട്ടേണ്ട ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് തടഞ്ഞു വെച്ചേക്കുകയാണെന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ PM ശ്രീ എന്ന് പറയുന്ന സ്കീം പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് 2022 ടീച്ചേഴ്സ് ഡേയുടെ ദിവസം സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ നിലവിലുള്ള ഒരു ഷെയറിംഗ് എന്ന് പറയുന്നത് 60-40 എന്നുള്ള രീതിയിലാണ്. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള 60% സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ്ങും 40% സംസ്ഥാനങ്ങളുടെ കോൺട്രിബ്യൂഷനും ആയിരിക്കും. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അല്ലെങ്കിൽ PM ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 14,500 സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളുടെ അപ്ഗ്രഡേഷനും ഡെവലപ്മെൻറ്റുമാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതൊരു മാസീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. 5 വർഷത്തേക്കാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള 14,500 സ്കൂളുകളുടെ അപ്ഗ്രഡേഷനും ഡെവലപ്മെൻറ്റുമാണ്. അപ്പോൾ അതിലൂടെ ഈ പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് പകരം നിലവിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കൂളുകളുണ്ട്, അതിനെ സെലക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് സ്കൂളുകളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്കൂളുകൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന സ്കൂളുകളാവാം, ഇപ്പോൾ KVs, അതുപോലെ തന്നെ നെഹ്റു വിദ്യാലയാസ് ഒക്കെ പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്കൂളുകളാവാം, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂളുകളാവാം, യൂണിയൻ ടെറിട്ടറീസ് ഗവൺമെൻറ് നടത്തുന്നതാവാം, ലോക്കൽ ബോഡീസ് നടത്തുന്നതും ആവാം. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്കൂളുകളെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് ആ ഒരു വിസിനിറ്റിയിലുള്ള മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ ഒരു എക്സാമ്പിളായിട്ട്, ഒരു എക്സംപ്ലർ സ്കൂളായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ലക്ഷ്യം വെക്കുന്ന മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്. ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ എല്ലാ കോമ്പോണൻസും ഷോക്കേസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളായിട്ട് ഈ സ്കൂളുകളെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിൽ അഡോപ്റ്റ് ചെയ്യുന്ന പെഡഗോഗി, അതുപോലെ തന്നെ ആ കാര്യങ്ങൾ കുറച്ചും കൂടി എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള, ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഈ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു 5 വർഷത്തേക്കാണ്. 2022-23 സാമ്പത്തിക വർഷം തൊട്ട് 26-27 സാമ്പത്തിക വർഷം വരെ ആയിരിക്കും ഈ പദ്ധതിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള സ്കൂളുകളുടെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ സമയത്ത് ഈ സ്കൂളുകൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഈ ബെഞ്ച് മാർക്ക് ഇവർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് MCLR കുറിച്ചാണ്. ഇപ്പോൾ ഈ MCLRുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ട്, MCLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്സ് എന്നാണ്. നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ഈ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റേറ്റാണ് ഈ MCLR എന്ന് പറയുന്നത്. അപ്പോൾ ഈ MCLR അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്സ് എന്ന് പറയുന്നത് 2016 ഏപ്രിൽ 1 2016-17 സാമ്പത്തിക വർഷത്തിലെ തുടക്കത്തിൽ RBI പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ലെൻഡിങ് റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് നേരത്തെ 2010 തൊട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ബേസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ് റേറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ബേസ് റേറ്റ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് MCLR സിസ്റ്റം വരുന്നത്. കാരണം ഈ ബേസ് റേറ്റ് സിസ്റ്റത്തിനകത്തുള്ള ചില ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് MCLR സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ബേസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു അപ്ഗ്രഡേഷൻ ആണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് MCLR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ MCLR എന്ന് പറയുന്നത് ഒരു മിനിമം ലെൻഡിങ് റേറ്റ് ആണ്. ഇതൊരു ഇന്റേണൽ മെക്കാനിസം ആണ്. ഓരോ ബാങ്കും അവർ കൊടുക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോണിന് ഒരു മിനിമം പലിശ നിരക്ക് പ്രഖ്യാപിക്കും.
ആ മിനിമം ലെൻഡിങ് റേറ്റിൽ കുറഞ്ഞ പൈസയ്ക്ക് ഇവർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഹൗസിംഗ് ലോണിന് ഒരു 12% മിനിമം ലെൻഡിങ് റേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ താഴെയുള്ള റേറ്റിന് ഇവർക്ക് ഹൗസിംഗ് ലോൺ കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ഇന്റേണൽ മെക്കാനിസം ആണെന്ന് മനസ്സിലാക്കുക. ഈ ബേസ് റേറ്റും MCLR തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ബേസ് റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇത് RBI ആണ് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ RBI പ്രഖ്യാപിക്കുന്ന ബേസ് റേറ്റിൽ താഴെ ഇവർക്ക് ലോൺ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ MCLRന്റെ കേസിൽ ഇത് കുറച്ചും കൂടി ബേസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ആ ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ബേസ് റേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. MCLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിനകത്തുള്ള റിസ്ക് എലമെന്റും അതുപോലെ തന്നെ ഈ മാർജിനൽ കോസ്റ്റ്, അഡീഷണൽ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള മാർജിനൽ കോസ്റ്റ് ഒക്കെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് MCLR വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്നാണ് വന്നതെന്ന് മനസ്സിലാക്കി 2016 അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. 2010 തൊട്ട് 2016 വരെ ഉണ്ടായിരുന്നത് ബേസ് റേറ്റ് സിസ്റ്റം ആയിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന് മനസ്സിലാക്കുക. MCLR എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാങ്കുകൾ പ്രഖ്യാപിക്കുന്ന ഒരു ഇന്റേണൽ റേറ്റ് ആണ്, അല്ലെങ്കിൽ ഇന്റേണലി വരുന്നൊരു സംഭവമാണ്. ആ റേറ്റിൽ താഴെ ഇവർക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇന്റേണൽ റെഫറൻസ് റേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിൽ താഴെ ഇവർക്ക് ലെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നും അറിഞ്ഞിരിക്കുക. ഇനി ഈ MCLR ഇത്തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഇവർ ഈ ലോൺ പലിശ നിരക്ക് പ്രഖ്യാപിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നേരത്തെയൊക്കെ ഈ MCLRന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഈ RBI റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് ഈ ബേസ് റേറ്റ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ബാങ്കുകളുടെ ലെൻഡിങ് റേറ്റിനകത്ത് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യില്ലായിരുന്നു. അതിന് കുറേ സമയം എടുക്കുമായിരുന്നു. പക്ഷേ MCLR വന്നതോടുകൂടി അത് പെട്ടെന്ന് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്, അതായത് ഈ ലോൺ എടുക്കുന്ന ആളുകൾക്ക് ഇത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് പറയാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ MCLR സിസ്റ്റത്തിനകത്ത് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റിപ്പോ റേറ്റിനകത്ത് ചേഞ്ച് വരുന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവരത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും എന്ന് മനസ്സിലാക്കുക. ഇനി ഈ MCLR എല്ലാ മാസവും ബാങ്കുകൾ റിവൈസ് ചെയ്യും അല്ലെങ്കിൽ റിവ്യൂ ചെയ്യും എന്ന് മനസ്സിലാക്കുക. മാസാമാസം വേണമെങ്കിൽ അവർക്ക് ഇത് മാറ്റാൻ പറ്റും. ഇനി MCLR കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 കോമ്പോണൻസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആണ്, രണ്ടിന് നെഗറ്റീവ് ക്യാരി ഓൺ അക്കൗണ്ട് ഓഫ് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്, മൂന്നാമത്തത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നാലാമത്തത് ടെന്യൂർ പ്രീമിയം. ഈ 4 ക്രൈറ്റീരിയാസിന്റെ അല്ലെങ്കിൽ ഈ 4 കോമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് MCLR പ്രഖ്യാപിക്കാറുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പാസിംഗ് ബിൽസ് ആസ് മണി ബിൽസ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ എസ്പെഷ്യലി ഒരു 2014-19 കാലഘട്ടത്തിൽ പലപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് രാജ്യസഭനെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല നിയമങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റുകൾ, അതുപോലെ തന്നെ പല ബില്ലുകളും മണി ബില്ലുകളായിട്ട് പാസ്സാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾസിന്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരുപാട് പെറ്റീഷൻസ് പെൻഡിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള പെറ്റീഷൻസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് ഫസ്റ്റ് 1 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊക്കെ വലിയ രീതിയിൽ അധികാരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് 2015 വന്നിട്ടുണ്ടായിരുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു മണി ബില്ലായിട്ടായിരുന്നു അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 19ഓളം വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂണലുകളുടെ അപ്പോയിൻമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട, എസ്പെഷ്യലി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പോലുള്ള ട്രിബ്യൂണലുകളുടെ അപ്പോയിൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അമെൻമെന്റുകൾ 2017 ഫിനാൻസ് ആക്ടിലൂടെ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിരുന്നു 2016 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആധാർ ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സബ്സിഡീസ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആക്ട് അല്ലെങ്കിൽ ആധാർ ആക്ട് എന്ന് പറയുന്നത്. അതും അന്ന് മണി ബില്ലായിട്ടാണ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഈ ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ പോളിസി മേക്കിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള ബില്ലുകൾ മണി ബില്ലായിട്ട് പാസ്സാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് അതിനുള്ള കാരണം മണി ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ ലോക്സഭയ്ക്ക് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്, രാജ്യസഭയ്ക്ക് മണി ബില്ലിന്റെ മുകളിലുള്ള അധികാരങ്ങൾ വളരെ ലിമിറ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഗവൺമെന്റുകൾക്ക് സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ ഭൂരിപക്ഷം ഉണ്ടാവും, രാജ്യസഭയിൽ കൃത്യമായിട്ട് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഗവൺമെന്റിന് അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നിയമങ്ങൾ പാസ്സാക്കണമെങ്കിൽ ഈ രാജ്യസഭയെ ബൈപ്പാസ് ചെയ്യാൻ ആ ബില്ലുകൾ മണി ബില്ലായിട്ട് പാസ്സാക്കിയാൽ മതി. അപ്പോൾ എന്താണ് ഒരു മണി ബില്ല് എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 110
മണി ബില്ലിൻ്റെ ഡെഫിനേഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 110 ഒരു 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 7 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ഈ 7 കാര്യങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് വരുന്ന, എക്സ്ക്ലൂസീവ്ലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബില്ലുകളാണ് മണി ബില്ലുകളെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടാക്സിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുക. അതായത് പുതുതായിട്ടൊരു ടാക്സ് ഇമ്പോസ് ചെയ്യുക, നിലവിലുള്ളൊരു ടാക്സ് അബോളിഷ് ചെയ്യുക, ടാക്സിനകത്ത് ടാക്സ് റേറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ആൾട്ടറേഷൻ, റെഗുലേഷൻ, ഇതിനകത്തൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ഇത്തരത്തിലുള്ള ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബില്ലുകൾ. രണ്ടാമതായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ബോറോവിങ്ങിനകത്ത് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കടം വാങ്ങിക്കാനുള്ള അധികാരത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ബില്ലുകൾ. മൂന്നാമതായിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, ഇതിന്റെ കസ്റ്റഡി, അതുപോലെ തന്നെ ഇതിലേക്കുള്ള പേയ്മെന്റ് ഓഫ് മണി അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള വിഡ്രോവൽ ഓഫ് മണി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബില്ലുകൾ. നാലാമതായിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പണം വകയിരുത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ബഡ്ജറ്റ് ഒക്കെ പാസ്സാക്കുന്ന സമയത്ത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പണം മാറ്റി വെക്കുന്നതിനെയാണ് വകയിരുത്തുക അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന, പണം അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ബില്ലുകൾ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പുതുതായിട്ടുള്ള ചെലവ് കൺസോളിഡേറ്റഡ് ഫണ്ടിലെ ഒരു ചാർജഡ് എക്സ്പെൻഡിച്ചർ ആയിട്ട് മാറ്റാനോ അല്ലെങ്കിൽ നിലവിലുള്ളൊരു ചാർജഡ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുന്നതിനോ വേണ്ടി വരുന്ന ബില്ലുകൾ. ആറാമതായിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യയിലേക്കുള്ള വരുമാനം അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് മണി അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂ, ഓക്കെ, അതല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെയോ കേന്ദ്രത്തിൻ്റെയോ അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റിനകത്ത് മാറ്റം വരുത്താൻ വേണ്ടി വരുന്ന ബില്ലുകൾ. സോ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 6 തരത്തിലുള്ള ഈ 6 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബില്ലുകളോ അല്ലെങ്കിൽ ഈ 6 ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ഇൻസിഡൻ്റൽ ആയിട്ട് വരുന്ന ബില്ലുകളോ ആണ് മണി ബില്ലുകൾ എന്ന് പറയാം. അപ്പോൾ അതിനകത്തൊരു കാര്യം ഓർത്തിരിക്കുക, ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ബില്ലുകളും മണി ബില്ലാവണമെന്നില്ല, അത് എക്സ്ക്ലൂസീവ് ആയിരിക്കണം. അതായത് ഈ പറഞ്ഞിട്ടുള്ള 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളായിട്ടോ മാത്രം ബന്ധപ്പെട്ട് വരുന്ന ബില്ലുകളാണ് മണി ബില്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കണ്ടീഷനൊക്കെ, ഈ ഒരു ഡെഫിനേഷനൊക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലോക്സഭാ സ്പീക്കർക്കാണ്. സോ ലോക്സഭാ സ്പീക്കർ മണി ബില്ലാണെന്ന് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഒരു ബില്ല് മണി ബില്ലായിട്ട് മാറുള്ളൂ. ഇനി ഈ മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട്. ഒന്നാമതായിട്ടൊരു മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ. ഓക്കെ, രാജ്യസഭയിൽ മണി ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ മണി ബില്ല് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷനോടുകൂടി, മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ മണി ബില്ലുകൾ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് ബില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നോർമലി ഇതൊരു മിനിസ്റ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഇനി ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചു, ലോക്സഭാ സ്പീക്കർ ഇതൊരു മണി ബില്ലാണെന്ന് സർട്ടിഫൈ ചെയ്തു, ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചു, ലോക്സഭയിൽ ചർച്ച നടത്തി ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് അടുത്തതായിട്ട് രാജ്യസഭയിൽ പോകും. അപ്പോൾ രാജ്യസഭയിൽ ഈ മണി ബില്ല് വരുന്ന സമയത്ത് രാജ്യസഭയുടെ മുകളിൽ ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒന്നാമത്തത്, രാജ്യസഭയ്ക്ക് ഈ മണി ബില്ല് ഒരിക്കലും റിജക്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. ഓക്കെ, അതായത് മണി ബില്ലിനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനോ രാജ്യസഭയ്ക്ക് പറ്റില്ല. മണി ബില്ല് അമെൻഡ് ചെയ്യാൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല. പകരം മണി ബില്ലിനകത്ത് നിങ്ങൾക്ക് ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്തിക്കൂടെ എന്ന് ചോദിച്ചിട്ട് റെക്കമെൻഡേഷൻ ലോക്സഭയ്ക്ക് അയക്കാൻ പറ്റും. ഇനി എന്ത് തന്നെ ചെയ്താലും രാജ്യസഭയ്ക്ക് 14 ദിവസം വരെ മാത്രമേ ഒരു മണി ബില്ല് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ. നോർമലി 6 മാസം വരെ ഒരു ബില്ല് പെൻഡിങ്ങിൽ വെക്കാൻ പറ്റും. പക്ഷേ മണി ബില്ലിൻ്റെ കേസിൽ അത് 14 ദിവസം വരെ മാത്രമേ കൈവശം വെക്കാൻ പറ്റൂ. സോ അപ്പോൾ ഈ 14 ദിവസത്തിനകത്ത് രാജ്യസഭ പാസ്സാക്കിയാലും ഇല്ലെങ്കിലും ഈ മണി ബില്ല് വീണ്ടും ലോക്സഭയിലേക്ക് തിരിച്ചു വരും. അതുപോലെ തന്നെ രാജ്യസഭ മേക്ക് ചെയ്തിട്ടുള്ള ഈ റെക്കമെൻഡേഷൻ അംഗീകരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് ലോക്സഭയുടെ തീരുമാനമാണ്. ഇനി ലോക്സഭയിലേക്ക് ഈ മണി ബില്ല് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ ഇത് മണി ബില്ലാണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിന് അസന്റിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനും ഈ മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. സാധാരണഗതിയിലുള്ള ബില്ലുകളാണെങ്കിൽ പ്രസിഡന്റിന് അത് റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ മണി ബില്ലിൻ്റെ കേസിൽ മണി ബില്ല് ഒരിക്കലും പ്രസിഡന്റിന് ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് INS തുഷിൽ എന്ന് പറയുന്ന ഫ്രിഗേറ്റിനെ കുറിച്ചാണ്. അപ്പോൾ റഷ്യക്കാർ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ നേവിക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഫ്രിഗേറ്റാണ് ഈ INS തുഷിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തൽവാർ ക്ലാസ് സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫ്രിഗേറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഡെലിവറി ഡിലേ ആയതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ഹിന്ദുവിൻ്റെ പേജ് 12
ഒരു വാർത്ത ഉണ്ട്, ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ INS തുഷിൽ എന്ന് പറയുന്നത് ഇതൊരു തൽവാർ ക്ലാസ്സിൽ പെടുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് 11356 എന്ന് പറയുന്ന ക്ലാസ്സിൽ പെടുന്ന ഒരു ഫ്രിഗേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു തൽവാർ ക്ലാസ്സിൽ പെടുന്ന ഫ്രിഗേറ്റുകൾ ഓൾറെഡി ഇന്ത്യൻ നേവിയുടെ കയ്യിൽ 6 എണ്ണം ഉണ്ട്. അത് 2 ബാച്ചിലായിട്ട് നമ്മൾ 6 എണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇന്ത്യൻ നേവി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു 3ാമത്തെ ബാച്ചിലായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള 4 ഫ്രിഗറ്റുകളിലെ ആദ്യത്തേതാണ് ഈ INS തുഷിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ 3rd ബാച്ച് ഓഫ് തൽവാർ ക്ലാസ് ഷിപ്പുകളുടെ ഫസ്റ്റ് ഷിപ്പാണിത്. 4 എണ്ണമാണ് ഈ 3rd ബാച്ചിനകത്ത് ഓർഡർ ചെയ്തിട്ടുള്ളത്, അതിനകത്തുള്ള ഫസ്റ്റ് ഷിപ്പാണ്. അപ്പോൾ ഈ പറയുന്ന ഈ 3rd ബാച്ചിലുള്ള 4 ഷിപ്പുകളുടെ ആദ്യത്തെ 2 ഷിപ്പ്, അതായത് ഈ INS തുഷിലും അതുപോലെ തന്നെ INS തമാല എന്ന് പറയുന്ന 2 ഷിപ്പുകൾ റഷ്യയിൽ മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ റഷ്യയിൽ കൺസ്ട്രക്ട് ചെയ്ത് ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ബാക്കിയുള്ള 2 എണ്ണം ഇന്ത്യയിൽ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഷിപ്പ് ബിൽഡേഴ്സ് ബിൽഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ INS തുഷിലിനകത്തൊക്കെ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ലോക്കൽ കണ്ടന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ്സിനൊക്കെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒറ്റ വിഭാഗത്തിൽ പെടുന്ന, ഒറ്റ മോഡലിൽ പെടുന്ന ഫ്രിഗേറ്റുകളാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 30 knots ആണ്. അതുപോലെ തന്നെ 30 ദിവസം വരെ ഇവർക്ക് സീ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. 124.8 meters ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 4000 ton ആണ്. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് ആൻറ്റി സബ്മറീൻ വാർഫെയർ മിഷൻസ് അല്ലെങ്കിൽ ആൻറ്റി സബ്മറീൻ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ ഡെക്കും ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ ഈ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ്സിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ഈ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സ് ആണ്. സ്റ്റെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ റഡാർ സിഗ്നേച്ചറും അതുപോലെ തന്നെ അക്വാറ്റിക് സിഗ്നേച്ചറും വളരെ കുറവായിരിക്കും. അതായത് ഈ ഷിപ്പിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് ഇതൊരു ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഗൈഡഡ് മിസൈൽ ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എയർ ഡിഫൻസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് റഷ്യക്കാർ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ എന്ന് പറയുന്നത്. റഷ്യൻ നേവി അല്ലെങ്കിൽ റഷ്യയുടെ കോസ്റ്റ് ഗാർഡ് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രിവാക് 3 ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ഫ്രിഗേറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ ക്രിവാക് 3 ക്ലാസ് ഫ്രിഗേറ്റുകളുടെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഈ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളെന്ന് മനസ്സിലാക്കുക. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾറെഡി നമ്മളൊരു 6 തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകൾ ഇന്ത്യൻ നേവി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് 2 ബാച്ചുകളിലായിട്ട് 1997 2006 പർച്ചേസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള 3ാമത്തെ ബാച്ചാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പറയുന്ന റഷ്യ മാനുഫാക്ചർ ചെയ്യുന്ന 2 എണ്ണത്തിൻ്റെയും കൺസ്ട്രക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ INS ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഷിപ്പിൻ്റെ ഒക്കെ സീ ട്രയൽസ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാറായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ചാണ്. സോ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ബൾക്കായിട്ട് ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഹോൾസെയിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അതിൻ്റെ അതായത് ബിസിനസ്സുകൾ മറ്റ് ബിസിനസ്സുകൾക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഹോൾസെയിൽ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിൽ വിൽക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനകത്ത് അവർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന എക്കണോമിക് അഡ്വൈസറാണ് അല്ലെങ്കിൽ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസറാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഇൻഡിക്കേറ്ററാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് മാസാമാസമാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു മാസത്തിനകത്തുള്ള പ്രൈസ് റേഞ്ചിനകത്തുള്ള ചേഞ്ചാണ് ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം ജനറൽ പബ്ലിക് ഒരിക്കലും പ്രൊഡക്റ്റുകൾ ഹോൾസെയിൽ പ്രൈസിനല്ല പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി നിലവിൽ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത്, അതായത് ആ ബേസ് ഇയറിൽ ഉണ്ടായിരുന്ന ഈ ഒരു ബാസ്ക്കറ്റ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ വിലയിൽ ഇപ്പം എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പരിശോധിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 സാമ്പത്തിക വർഷമാണ്. 2017 ഈ 11-12 സാമ്പത്തിക വർഷം ബേസ് ഇയർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പറയുന്ന ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് കണക്കാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത് 3 കോമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് പ്രൈമറി ആർട്ടിക്കിൾസ് ആണ്. പ്രൈമറി ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ്, നോൺ ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ മിനറൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ
പ്രൈമറി ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെടുന്നത്. ഇപ്പോൾ ഫുഡ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓയിൽ സീഡ്, ഫൈബർ, മിനറൽസ് ഒക്കെ. ഇനി രണ്ടാമത്തത് ഫ്യൂവൽ ആൻഡ് പവർ ആണ്. ഇത് ബേസിക്കലി പെട്രോളിയം പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ കോള്, ഇലക്ട്രിസിറ്റി, മറ്റുള്ള സോഴ്സസ് ഓഫ് എനർജി, ഇതൊക്കെയാണ് ഈ ഫ്യൂവൽ ആൻഡ് പവറിനകത്തുള്ളത്. മൂന്നാമത്തത് മാനുഫാക്ചർ പ്രൊഡക്ട്സ് ആണ്. ഇത് ബേസിക്കലി പ്രോസസ്സിങ്ങിലൂടെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിലൂടെ വരുന്ന ഗുഡ്സ് ആണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ടെക്സ്റ്റൈൽസ്, കെമിക്കൽസ്, മെഷീനറി, മെറ്റൽസ്, ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ മറ്റുള്ള മാനുഫാക്ചർഡ് ഗുഡ്സ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ 3 ഗ്രൂപ്പ് ഓഫ് ഗുഡ്സിനകത്ത് ഈ ബാസ്ക്കറ്റിനകത്ത് ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ളത് ഈ മാനുഫാക്ചർഡ് പ്രൊഡക്ട്സിനാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.